ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും എല്ലാം അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും തണ്ട കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും ഫ്രൂട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഡെയിലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഞാൻ ഇന്ന് പപ്പായയാണ് എടുത്തിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കാലറി വളരെ കുറവുള്ളൊരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് കഴിച്ചാൽ പൊണ്ണത്തടിയൊക്കെ മാറിക്കിട്ടും. പിന്നെ അതുപോലെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രോബ്ലമൊന്നും ഇല്ല. ഈ പപ്പായ കൂടുതൽ കഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. വിറ്റമിൻസും മിനറൽസും ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും പപ്പായ നല്ലതാണ്. ഞാൻ ഈ പപ്പായയുടെ ഒരു 200 ഗ്രാമാണ് കട്ട് ചെയ്ത് തൊലി കളഞ്ഞെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള മീലാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പപ്പായയുടെ തൊലിയും കുരുവും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉൾപ്പെടുത്താം. ഞാൻ ഈന്തപ്പഴമാണ് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. 2-3 ഈന്തപ്പഴം വരെ നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ വളരെ കുറഞ്ഞ അളവിൽ നട്ട്സ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കശുവണ്ടി, ബദാം, അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ചേർക്കാം. കൂടുതൽ കഴിച്ചാൽ നമ്മളുടെ ബോഡി വെയിറ്റ് കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. ഇനി വേണ്ടത് ഒരു പുഴുങ്ങിയ മുട്ടയാണ്. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. രാവിലെ വളരെ ഹെൽത്തി ആയിരിക്കണം നമ്മുടെ മീല്. അതിന് ഞാനൊരു കോഴിമുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. ധാരാളം പ്രോട്ടീൻ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. കാൽഷ്യവും കിട്ടും മുട്ടയിൽ നിന്ന്. അല്പം കുരുമുളക് പൊടി തൂവി കൊടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണെങ്കിൽ രാവിലത്തെ തിരക്കിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. രാവിലെ എപ്പോഴും നമ്മൾ ഇഡ്ഡലി, ദോശ, പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കറികൾ ഒക്കെ ഉണ്ടാക്കി വളരെ തിരക്കിലായിരിക്കും. ഇതുപോലെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ തിരക്കും കുറവായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.